സ്വർഗസമാന ചാരുതകൾ അത്രയും ചൂടി നിൽപ്പവളെ. ഉത്തര പവനന്റെ താരിലും തല്ലേ തുളിയും മഞ്ഞുകാലം പുതച്ച പെണ്ണേ കാശ്മീർ. നാളെ കല്യാണാണെന്നില്ല ഒരു വിചാരമില്ല. കപ്പലിൽ ഉദ്യോഗസ്ഥൻ സുന്ദരനെ കിട്ടിയാ പിന്നെ വലിയ ഗമയായിരിക്കും. അയ്യടി കുശുമ്പി കളവി, ഇനി അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ടാട്ടോ. എനിക്കറിയാം ചെക്കനെ. പെണ്ണെ ഹിമാൻഷി, ഞാനൊരു ജവാനാണ്. സാഗര സീമകളിൽ ഉപ്പുകാറ്റുകൊണ്ട് ഉറങ്ങാതെ കാവലിരിക്കുന്നവരെന്നെ കല്യാണമാല ചാർത്താൻ കഴുത്ത് കുനിച്ചു തരുമ്പോൾ എന്തായിരുന്നു നിന്റെ ഉള്ളിൽ? പ്രിയനെ, വിനയ്, ഈ കണ്ണുകൾ രണ്ടും ഒരു വേള ചിമ്മാതെ കാവലിരിക്കുന്നത് ഇന്നിവിടെ നഗരങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ പള്ളിമണിയും ബാങ്കുവിളിയും പ്രണവമന്ത്രവും ഒരുമിച്ചുയരുന്നൊരു നാടിനു വേണ്ടിയല്ലയോ? ഇതാണ് പെണ്ണെ, ഇതായിരിക്കണം പെണ്ണെ ഒരു സൈനികന്റെ സഖി. നമുക്ക് പോകണം, നമുക്ക് പോകണം. ഭാരതാംബയുടെ ശിരസ്സറ്റമാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. ഒന്ന് വന്ന് കേറി ഇരുന്ന് നോക്ക് സാ, എന്റെ ചെമ്പൻ കുതിര ഈ പഹൽഗാമാകെ ചുറ്റി നടന്ന് കാണിച്ചു തരും. പേര് പറയടാ, തുണിക്കുള്ളിൽ ഉറപ്പിച്ചു വെച്ച അടയാളങ്ങൾ മതം പൊത്തി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യനെ വേദനിച്ചിട്ടുമുണ്ട്. ഇത് പഠിക്കടാ, എന്നിട്ട് കളിവല്ലേ. അരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കെടുത്തരുതേ. ൊറികെട്ടവന്മാരെ, നിങ്ങൾക്ക് കളിമേലടാ വേണ്ടത് കേട്ടോ. 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അന്നത്തപ്പത്തിന് വഴി നടന്ന് കയറുന്ന പഹൽഗാമിലെ 100 കണക്കിന് കുതിരക്കാരിലൊരാൾ. ഏതാണ് വികസം? ഏത് പടച്ചോന് വേണ്ടിയാണ് നിന്റെയൊക്കെ ഈ കാടത്തും? അതിനോട് കൂറ് കാട്ടാത്ത കാഫിർ. ഇനിയൊക്കെ ഇന്ത്യയുടേതാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പാകിസ്ഥാനിൽ നടന്ന പിന്നെ ഭീകരവാദത്തിന്റെ വെടിവെച്ച